എം.വി. രാജേഷ്, പാർലമെന്റിലേക്ക് തന്നെ നോക്കൂ. അങ്ങേക്ക് അറിയാമല്ലോ, അവിടെ അധിർ രഞ്ജൻ ചൗധരി കേന്ദ്ര സർക്കാർ വിവേചനം കാട്ടുന്നുവെന്ന് പറയുന്നു. അത് തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ പറയുന്നു. ഇതൊന്നും കേരളത്തിലെ കോൺഗ്രസിന് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഒന്നിച്ചാൽ ബി.ജെ.പിയെ തോൽപ്പിക്കാം എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്, സംസ്ഥാനങ്ങളിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒന്നിച്ചു നിൽക്കണമെന്നാണ്. അപ്പോൾ യാഥാർത്ഥ്യ ബോധമില്ലാതെ പെരുമാറുകയാണോ കേരളത്തിലെ കോൺഗ്രസ്? ശ്രീ എം.വി. രാജേഷ്. സംശയം എന്താണ്? ഇന്നലെയാണ് രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിൻ്റെ സമരത്തെയും പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചത്. കേരളത്തിൻ്റെയും കർണാടകയുടെയും ഒക്കെ സമരത്തെ പിന്തുണച്ച് AICC അധ്യക്ഷൻ രാജ്യസഭയിൽ സംസാരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് AICC അധ്യക്ഷൻ പറഞ്ഞതിനെതിരായിട്ടുള്ള നിലപാട് കേരളത്തിലെടുക്കുന്നു. ഇവരുടെ ഹൈക്കമാൻഡ് ഏതാണ് എന്നാണ് സംശയം. ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന ഹൈക്കമാൻഡിനെയാണോ ഇവർ പിൻപറ്റുന്നത്, അതോ മോദിയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഹൈക്കമാൻഡിനെയാണോ എന്നേ സംശയമുള്ളൂ. ഇന്ന് രാവിലെ ഇവിടെ ഞാൻ ഡൽഹിയിലെ ദേശീയ പത്രങ്ങളിൽ കണ്ടൊരു വാർത്ത, മധ്യപ്രദേശിലെ ഒരു മേയർ, എനിക്ക് തോന്നുന്നു ഭോപ്പാലിലെ മറ്റു മേയറാണെന്ന് തോന്നുന്നു, കോൺഗ്രസ് മേയർ ദിഗ്വിജയ് സിംഗിൻ്റെ ഏറ്റവും അടുത്ത അനുയായി BJP-യിൽ ചേർന്നു എന്നാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ വിചാരിക്കുന്നത് ആത്യന്തികമായി രക്ഷ ഇനി അവിടെ ചെന്ന് അടിയുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നവർ കരുതുന്നുണ്ടാവും. അതാണ് മോക്ഷമാർഗമെന്ന് കരുതുന്നുണ്ടാവും. അതുകൊണ്ടാണ് കേന്ദ്രത്തിനേക്കാൾ വാശിയോടുകൂടി കേന്ദ്ര സർക്കാരിന് വേണ്ടി അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണോ ഇന്നലെ കേന്ദ്ര സഹമന്ത്രിമാർ സംയുക്തമായി പത്രസമ്മേളനം നടത്തി കേരളത്തിനും കർണാടകയ്ക്കുമെതിരെ ഒന്നിച്ചാ പറഞ്ഞത്, BJP-യുടെ കേന്ദ്ര സഹമന്ത്രിമാർ പ്രകാശ് ജാവ്ദേക്കറുടെ എല്ലാം നേതൃത്വത്തിൽ സംയുക്തമായി കേരളത്തിനും കർണാടകയ്ക്കെതിരെ നടത്തിയ ആക്രമണം എന്താണോ അതേ ആക്രമണം ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് കേരളത്തിനെതിരെ നടത്തുകയാണ്. അദ്ദേഹം ആരുടെ കൂടെയാണെന്നുള്ള സംശയമാണ്. റൈറ്റ്. എം.വി. രാജേഷ്, ഇത്തവണ ബജറ്റിൽ ഒട്ടേറെ വകുപ്പുകൾക്കുള്ള വിഹിതത്തിൽ ഉള്ള അലോക്കേഷൻ കുറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷം തന്നെ ഒരു വലിയ വിമർശനമായി ചൂണ്ടിക്കാട്ടിയത് ഇന്നത്തെ സമരത്തിലൊരു പ്രധാനപ്പെട്ട കാരണവും ഈ സാമ്പത്തിക പ്രശ്നമാണല്ലോ. തദ്ദേശ സ്വയംഭരണ വകുപ്പിനടക്കം കിട്ടിയിരിക്കുന്ന പദ്ധതികളിൽ പലപ്പോഴും 50% താഴെ മാത്രമാണ് വിനിയോഗിച്ച് കാണുന്നത് ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും. പക്ഷേ അത് ഇത്തവണ കണക്കിലും കുറവാണ്. അതുകൊണ്ട് വലിയ അലോക്കേഷൻസ് ഈ ബജറ്റിൽ വന്നതുകൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ, തദ്ദേശ വകുപ്പിന് ഈ ബജറ്റിൽ അനുവദിച്ച തുക 50% താഴെ മാത്രമാണ് ഫെബ്രുവരിയിലും വിനിയോഗിക്കാൻ സാധിച്ചത് എന്ന വിമർശനത്തിൽ ഉള്ള മറുപടി എന്താണ്? ഇതിന് ഞാൻ നിയമസഭയിൽ തന്നെ മറുപടി കൊടുത്തതാണ്. ഒന്നാമത്തെ കാര്യം, തദ്ദേശ വകുപ്പിന് 2 ഗഡു അനുവദിച്ചു കഴിഞ്ഞു. അനുവദിക്കുന്നതിൽ കുറച്ച് കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. നടപ്പ് വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, വകുപ്പിനല്ല സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട 2 ഗഡു നൽകിക്കഴിഞ്ഞു. മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ ഇതുവരെയുള്ള ഗഡുക്കളെല്ലാം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം, സ്വാഭാവികമായിട്ട് ഞെരുക്കമുണ്ടാവുമ്പോൾ അത് സർക്കാരിനെ ബാധിക്കുന്നത് പോലെ തദ്ദേശ സ്ഥാപനങ്ങളെയും ബാധിക്കും. എന്നാൽ ഒരു സാമ്പത്തിക ഞെരുക്കവും ഇല്ലാതിരുന്ന 2014-15 15-16 ഉള്ള കണക്കുകൾ നിയമസഭയിൽ പറഞ്ഞു. 30% ഫെബ്രുവരി മാസത്തിൽ. എന്തായിരുന്നു അതിൻ്റെ കാരണം? അന്ന് UDF ആണല്ലോ അധികാരത്തിലിരുന്നത്. അന്ന് കേന്ദ്രത്തിൻ്റെ ഇത്ര വലിയ ആക്രമണമില്ല, ഇതുപോലുള്ള വെട്ടിച്ചുരുക്കലുകളിലില്ല. എന്നിട്ടും എങ്ങനെയാണ് വിഹിതം എക്സ്പെൻഡിച്ചർ അങ്ങനെ കുറഞ്ഞിട്ടുള്ളത്? ഇത് അസാധാരണമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലാണ് കുറവ് വന്നിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് എക്സ്പെൻഡിച്ചർ പിക്കപ്പ് ചെയ്യുക. അപ്പോൾ ഇനി 2 മാസമുണ്ട്. സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ അല്പം കുറവ് മാത്രമേ ഇപ്പോഴുള്ളൂ. അടുത്ത 2 മാസം കൊണ്ട് നല്ല മുന്നേറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. ശ്രീ എം.വി. രാജേഷ്, ഇന്നത്തെ സമരം ഒരു സൂചനാ സമരമായിട്ടാണോ നമ്മൾ കണക്കാക്കേണ്ടത്? കാര്യം ഈ 2 മണിക്കൂർ സമരം കൊണ്ട് യാതൊന്നും വലിയ രീതിയിൽ സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഒരു തുടർ സമര സാധ്യതയുണ്ടോ ഇന്നത്തെ സമരത്തിന്? കാരണം ഇനി ഈ സമരം കഴിഞ്ഞാൽ മറ്റേത് തരത്തിലുള്ള സമ്മർദ്ദത്തിലേക്കായിരിക്കും സർക്കാർ പോവുക. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന സൂചനയാണ് ഈ ഘട്ടങ്ങളിലെല്ലാം നൽകുന്നത്. അതുകൊണ്ട് ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏക സാധ്യമായ മാർഗം. GST കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യത്തിലൊക്കെ ഇനി കൂട്ടായ തീരുമാനം വരണം. അതെന്തായാലും ഈ സർക്കാർ എടുക്കാനുള്ള തീരുമാനവുമില്ല. ഇനി പക്ഷേ അടുത്ത ധനകാര്യ കമ്മീഷൻ വരാൻ പോകുന്നു. അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുമ്പോൾ കേരളത്തിനു കൂടി അനുകൂലമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണമെന്ന പ്രാക്ടിക്കലായ ഒരു സൊല്യൂഷനിലേക്കാണോ പോകാൻ പോകുന്നത്? ബാക്കി ഉള്ളതെല്ലാം കേന്ദ്രം കനിഞ്ഞാൽ മാത്രം നമുക്ക് ലഭ്യമാകുന്നതാണ്. നമ്മുടെ അവകാശം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇനിയും സമരങ്ങൾ ആവശ്യമായി വരുമോ? ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ത്രിമുഖമായ സമീപനമാണ് കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടിക്കെതിരായി സ്വീകരിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം ജനങ്ങളെ അണിനിരത്തുക കേരളത്തിലാകെ
എന്നതായിരുന്നു. അതാണ് നവകേരള സദസ്സിലൂടെ ചെയ്തത്. രണ്ടാമത്തേത് നിയമയുദ്ധം നടത്തുക. സുപ്രീം കോടതിയിൽ കേരളം ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. മൂന്നാമതാണ് ഡൽഹിയിൽ വന്ന് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ സംസ്ഥാനങ്ങളുടെ ഒരു ഐക്യനിര കെട്ടിപ്പടുക്കുക. ഈ സമരം ഡൽഹിയിൽ പ്രഖ്യാപിക്കുമ്പോൾ കേരളം ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത് അരുണിനും സുജയ്ക്കുമെല്ലാം ഇന്ന് അംഗീകരിക്കാൻ കഴിയുമല്ലോ. അന്ന് കേരളം ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ഇന്ന് കേരളം ഒറ്റയ്ക്കല്ല. ഇന്നലെ കർണാടക കേരളത്തോടൊപ്പമുണ്ട്. ഇന്ന് തമിഴ്നാടുണ്ട്. പഞ്ചാബും ഡൽഹിയുടെയും മുഖ്യമന്ത്രിമാർ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ദേശീയ നേതാക്കൾ ഒട്ടേറെ പേർ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. ഇന്നൊരു ദേശീയ സംവാദമായിട്ട് നമുക്കിത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ദേശീയ സംവാദമായിട്ട് ഉയർന്നു വരികയും കൂടുതൽ സംസ്ഥാനങ്ങൾ ഇതിൽ അണിനിരക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കേന്ദ്രത്തിന് ഈ പ്രതികാര നടപടി ഇനിയും ഏറെക്കാലം തുടരാനാവില്ല. സംസ്ഥാനങ്ങളുടെ ധനപരമായ അവകാശം എന്നതൊരു ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, ദേശീയ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിൻ്റെ ഇടപെടലിലൂടെ കഴിഞ്ഞിട്ടുണ്ട്.